മണ്ണിടിച്ചിൽ, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ, ഒടുവിൽ കള്ളാടി ദുരന്തം. വയനാട് സുരക്ഷിതമാണോ? ഇന്ന് വയനാടിന് പുറത്തും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ ഉയരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. അടുത്ത കാലത്തുണ്ടായ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുവായ ഒരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് വയനാട് ഒരു അപകട മേഖലയാണെന്ന ധാരണ. എന്നാൽ യാഥാർത്ഥ്യം അതാണോ? ഒരു ദുരന്തം ഒരു നാടിനെ മുഴുവൻ നിർവചിക്കില്ല. ദുരന്തങ്ങൾ സംഭവിച്ചത് ഒരു പ്രത്യേക മേഖലയിലാണ്. അതിന്റെ പേരിൽ ജില്ലയെ മുഴുവനായും ഒരേ കണ്ണിലൂടെ കാണാൻ കഴിയില്ല. വയനാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന അടിത്തറകളിൽ ഒന്നാണ് ടൂറിസം. വയനാടിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ ടൂറിസം മേഖലയെ കാര്യമായി ബാധിച്ചു. യാത്രകൾ മാറ്റിവെച്ചവരുണ്ട്. ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും ബുക്കിംഗുകൾ കുറഞ്ഞു. ജീപ്പ് ഡ്രൈവർമാർ, ടൂറിസ്റ്റ് ഗൈഡുകൾ, ചെറുകിട വ്യാപാരികൾ, കർഷകർ തുടങ്ങി ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തെയാണ് അത് ബാധിച്ചത്. ഒരിക്കലും തീരാത്ത ചുരം ഗതാഗതക്കുരുക്ക് എപ്പോഴും വയനാടിനൊരു ശാപമായിരുന്നു. അതിനിടയിലാണ് ജില്ല മുഴുവൻ വൻ ദുരന്ത മേഖലയാണെന്ന ചാപ്പകുത്തൽ. യഥാർത്ഥത്തിൽ ദുരന്തം നടന്ന മേഖലയൊഴിച്ചാൽ വയനാടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സാധാരണ നിലയിലാണ്. വ്യാപാരം നടക്കുന്നു, കൃഷി തുടരുന്നു, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തുന്നു, ജനജീവിതം പതിവ് പോലെ മുന്നോട്ട് പോവുകയാണ്. ദുരന്തം നടന്ന പ്രദേശങ്ങൾ ഇന്നും വേദനയുടെ ഓർമ്മകളാണ്. ആ ഓർമ്മകളെ ഒരിക്കലും ചെറുതാക്കി കാണാനുമാകില്ല. എന്നാൽ അതിന്റെ പേരിൽ ജില്ലയെ മുഴുവനായും ഭയത്തിന്റെ പ്രതീകമാക്കി മാറ്റുന്നത് ഇവിടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതത്തെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, ജീപ്പ് ഡ്രൈവർമാർ, കർഷകർ, ചെറുകിട വ്യാപാരികൾ, അങ്ങനെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം വയനാടിനോട് ചേർന്നു കിടക്കുന്നതാണ്. വയനാട് ഒരു മലയോര ജില്ലയാണ്. ശക്തമായ മഴ ലഭിക്കുമ്പോൾ ചില പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. മുൻപും അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയും ശാസ്ത്രീയമായ മുൻകരുതലും അനിവാര്യമാണ്. പക്ഷെ ഭയമോ തെറ്റായ പ്രചാരണങ്ങളോ അല്ല, വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണ് വേണ്ടത്. ഒരു ദുരന്തമായിരിക്കരുത് ഒരു നാടിനെ നിർവചിക്കുന്നത്. അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന ജനങ്ങളാണ് ആ നാടിന്റെ യഥാർത്ഥ മുഖം. വയനാട് ഇന്നും സുന്ദരമാണ്. ഇന്നും സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന നാടാണ്. പ്രതീക്ഷയോടെ ജീവിക്കുന്ന മനുഷ്യരുടെ നാടാണ്.